ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 13 കിലോമീറ്റർ. ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 2.5 കിലോമീറ്റർ. ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗത എത്ര? നമുക്ക് തന്നിരിക്കുന്നത് ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത, അതായത് ഒഴുക്കിൻ്റെ വേഗതയും ബോട്ടിൻ്റെ വേഗതയും കൂടി ചേർന്നതാണ് 13 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത പറഞ്ഞാൽ ഒഴുക്കിൻ്റെ വേഗതയും ബോട്ടിൻ്റെ വേഗതയും ചേർന്നതാണ്. ബോട്ടിൻ്റെ വേഗത പ്ലസ് ഒഴുക്കിൻ്റെ വേഗത, ബോട്ടിൻ്റെ വേഗത പ്ലസ് ഒഴുക്കിൻ്റെ വേഗത, ബോട്ടിൻ്റെ വേഗതയും ഒഴുക്കിൻ്റെ വേഗതയും ചേർന്നത് എത്രയാണ്? 13 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 13 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇതിൽ നമുക്ക് ഒഴുക്കിൻ്റെ വേഗത തന്നിട്ടുണ്ട്. ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 2.5 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൽ വില കൊടുക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗത പ്ലസ് 2.5, ബോട്ടിൻ്റെ വേഗത പ്ലസ് ഒഴുക്കിൻ്റെ വേഗത എത്ര? 2.5 സമം 13. അപ്പോൾ ഇന്ന് ബോട്ടിൻ്റെ വേഗത കാണാൻ പ്ലസ് 2.5 അങ്ങോട്ട് എടുക്കുന്നു, ബോട്ടിൻ്റെ വേഗത കാണാൻ പ്ലസ് 2.5 അങ്ങോട്ട് എടുത്തു. അപ്പോൾ ബോട്ടിൻ്റെ വേഗത 13 കുറയ്ക്കണം 2.5, നമുക്ക് 10.5 കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന് കിട്ടും. 10.5 10.5 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ബോട്ടിൻ്റെ വേഗത. ഇനി എന്താ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗത? ഒഴുക്കിനെതിരെ ബോട്ട് നീങ്ങുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് കുറഞ്ഞു പോകും. ഒഴുക്കിനെതിരെ നീങ്ങുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത ബോട്ടിൻ്റെ വേഗതയിൽ കുറയും. അപ്പോൾ യഥാർത്ഥ ബോട്ടിൻ്റെ വേഗത മുഴുവൻ കിട്ടില്ല. അപ്പോൾ ബോട്ടിൻ്റെ വേഗത 10.5 ഉണ്ട്, പക്ഷേ അത് കിട്ടില്ല. കാരണം എന്താ? ഒഴുക്കിനെതിരെ വേണം ബോട്ടിന് തുഴയാൻ. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കാണേണ്ടത് ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കണം. എന്തുകൊണ്ടാണ് കുറയ്ക്കണത്? ഒഴുക്കിനെതിരെ നീങ്ങുകയാണ്. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത ഈ ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് കുറയും. ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കുക. ബോട്ടിൻ്റെ വേഗത ഇവിടെ കിട്ടി 10.5, അതിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത നമുക്ക് തന്ന് 2.5 കുറയ്ക്കുക. 10.5 നിന്ന് 2 കുറച്ചാൽ 8. അപ്പോൾ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗത എന്താ? ഒഴുക്കിനെതിരെ ബോട്ട് നീങ്ങുമ്പോൾ വേഗത 8 കിലോമീറ്റർ പ്രതി മണിക്കൂർ.